ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിലെ 22-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്ന ദിവസം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി ഭവനങ്ങളിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മ വഴി ദേവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല സ്വർഗത്തിന് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത മനോഹരമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ആയുധവും ദൈവാനുഗ്രഹത്തിന്റെ വാതിലുമാണ് ജപമാല. ജപമാല പ്രാർത്ഥനയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. 1 സർവശക്തനായ ദൈവം, 2 പരിശുദ്ധ അമ്മ, 3 പാപികളായ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലെ വിശ്വാസവും സമർപ്പണവും വിശുദ്ധിയും പുണ്യങ്ങളും സുഹൃതങ്ങളും പരിഗണിച്ച് ദൈവം വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് ജപമാല പ്രാർത്ഥന നമുക്ക് നൽകുന്ന വലിയ ദൈവാനുഗ്രഹം, ദൈവാനുഭവം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.